ഇന്ന് അടിപൊളി കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ട്. ഈ ചാള വലുതാവണില്ലേ? എപ്പോഴും തന്നെ കിട്ടണം ചെറിയ ചാള. നമുക്ക് കാര്യം ചെയ്യാം, നമുക്കിത് തിളപ്പിക്കാം. കുറെ നാളെ നമുക്ക് തിളപ്പിക്കണുള്ളൂ. മുളക് ചാറ് വെച്ച് മതിയായി. അപ്പൊ നമുക്ക് തിളപ്പിക്കാം. വേറെ കാര്യങ്ങൾ നീ കൈ കളയണ്ട, ശ്രദ്ധ മാറിയിട്ട്. ഇതില് സീരിയലും മീൻ വിട്ടൊക്കെ ഒന്നിച്ചണം. എന്തോരം കുഞ്ഞും ചാള ഇറങ്ങിയേക്കണല്ലേ, ഒരുപാട് ചാള. അത് 1.5 കിലോ 100. അത് കുറച്ചെങ്കിലും മാറിയോ 1.5 കിലോ 100. നമ്മളിവിടേക്ക് വന്ന 1 കിലോ 100. ഇത് എത്ര സീരിയലിന്റെ ഒരു ദിവസം ഇതിനകത്ത് കാലത്തിൽ പോയി ഞാൻ പറയും തന്നെയുള്ള പരിപാടി. പണിയാണെങ്കിൽ സീരിയൽ കാണണോ? എന്റെ അമ്മയെ എന്താ ഭയങ്കര കൂലിക്കല ചെയ്യണേ. പിന്നെ അത് കാണാൻ നിൽക്കണ്ടല്ലോ. പിന്നെ ചെക്ക ഇവിടെ ഉണ്ടായ കാണാൻ പറ്റില്ലല്ലോ. ഫോൺ തന്നെ തരണത് ഒരു കണക്കിന് അവൻ. നെയ്യുണ്ട ചാളക്ക്? നെയ്യൊന്നുമില്ല. അപ്പൊ എണ്ണ പോലെ അപ്പൊ നെയ്യാവും. വലിയൊരു ചാള കിട്ടിയില്ല. തീരെ ചെറുന്ന് പറയാൻ പറ്റില്ല. നെയ്യുണ്ട്. നല്ല ഫ്രഷ് ചാള കിട്ടുന്നത്. കത്രിക നാശായല്ലേ? അപ്പൊ നമുക്ക് മത്തി തിളപ്പിക്കല്. ഇത് എറണാകുളത്തല്ല അധികം ഉള്ള കൊച്ചി സൈഡില്, കൊടുങ്ങല്ലൂർ കൊച്ചി സൈഡിലാണ് തിളപ്പിക്കല്. ഇവിടെ ചെയ്യണ്ട ആൾക്കാര് അല്ലെങ്കിൽ ആൾക്കാര് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂട്ടിട്ട് ഒരു തിളപ്പിക്കല്. കല്ലുപ്പിട്ടിട്ടേ അപ്പൊ ആ ഉളുമ്പൊക്കെ കുറച്ച് പോലെ. കണ്ടോ ഈ മുഴുവൻ മുളകും ഉള്ളിയല്ലേ ഇതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി അത്രേ ഉള്ളൂ. മുളക് പൊടി മല്ലിപ്പൊടി ഒന്നുമില്ല. ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ മുഴുവൻ മുളക്, പച്ചമുളക് ചതച്ചത്. തിളപ്പിക്കാൻ മുളക് കുത്തിയത്, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, പിന്നെ ഒരു തുണ്ണം കുളപ്പുളി. നമ്മൾ സാധാരണ മീൻ വെക്കണ പോലെ കുളപ്പുളി വേണ്ടല്ലേ, ചെറിയ പുളി മതി. പിന്നെ വേപ്പല. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായില്ലേ? വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ? നമ്മളെ കറിവയ്ക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. വെളിച്ചെണ്ണ ലാശം കൂടുതൽ വേണം അതിന് തിളപ്പിക്കുമ്പോ. മതി. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില എന്നറിയാം? എത്രയും 240 നമ്മളെ എണ്ണ ചൂടായ കുറച്ച് ഉലുവല്ലേ ആദ്യം ഇടാ. അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടോ ഉലുവ ഇട്ടോ. തുണ്ട മതി, അത് ഇട്ട കഴിക്കും. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടല്ലേ നമ്മള്. ഉലുവ പൊട്ടട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അല്ലേ റാണി? സപ്പോർട്ട് ചെയ്യുക. ഞാൻ സപ്പോർട്ടിന്റെ ആളാ. പൊട്ടട്ടെ ഉലുവകളങ്ങനെ പൊട്ടട്ടെ. പണ്ട് പള്ളിപ്പുറത്ത് അമ്മായി വീട്ടിൽ പോകുമ്പോ ഒക്കെ തിളപ്പിക്കില്ല. മാന്തൾ തിളപ്പിക്കല്, ചാള തിളപ്പിക്കല്, മുള്ളൻ തിളപ്പിക്കല്. നല്ല ടേസ്റ്റ് നോക്കി മതി. അപ്പൊ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി. ചെറുള്ളി. ഇത് ചെറുള്ളി അല്ലേ? ചില ആൾക്കാർ കൊച്ചുള്ളി. അപ്പൊ നമ്മുടെ ചെറുള്ളി, ഇഞ്ചി,
2 പച്ചമുളക് ഒക്കെ കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടൊരു മീൻ കറി, നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനത്തിന്. ആ ലേശം കറി മതി, കൂടുതൽ വേണ്ട ചോറിന്. മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഉപ്പും ആവശ്യത്തിന്. ആയിക്കോട്ടെ. മുളകിട്ട് മുളകൊന്നും വാടണം. അപ്പം ഉള്ളി ചെയ്യാം. അപ്പം നമുക്ക് കുത്തുമുളക് ഒരു 5-10 മുളക് ഉണ്ടാവില്ലേ, ഇത് നന്നായിട്ടൊന്ന് മൂരിയട്ടെ. ഇതാണ് നമ്മുടെ മത്തി തിളപ്പിച്ച്. ഒരു 10 ദിവസം എരിവുണ്ടാവും ഇല്ലേ? നല്ല മൂത്ത മണം. ഒരു പുളി ഇല്ല, ഒരു പുളി ഇല്ല, പകുതി മുറിച്ച് കുറച്ച് മതി. പുളി അധികം വേണ്ട, കുറച്ച് വെള്ളം. മറ്റേ നമ്മൾ സാധാരണ മുളക് ചാറൊക്കെ കൂടുതൽ വേണ്ടല്ലോ, കുറച്ച് വറ്റിച്ചെടുക്കണ്ടേ, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലേശം കൊണ്ട് വെള്ളം വെച്ചോ. ഉപ്പ് നോക്കിയേ, ഉപ്പ് മതി. മതി. ഇനിയിപ്പോ നോക്കിയിട്ട് ഇടാം. ഒന്ന് തിളക്കട്ടെ, തിളച്ചിട്ടുള്ളൂ മീൻ. ഇതിപ്പോ തിളയ്ക്കുമ്പോ മുളകിന്റെ ഉള്ളി, ഇഞ്ചി, പച്ചമുളകിനൊക്കെ ഒരു സത്തുകൾ ഇറങ്ങും. നല്ല അടിപൊളി പരിപാടി അത്. തിളച്ചിട്ടുള്ളത് അങ്ങനെ തിളച്ച് വരുന്നു. ഔ വലിയ മീൻ കിട്ടിയിട്ട് ഒരെണ്ണോ. അവിടെ കിടന്ന് വെന്ത് ഒന്ന് വറ്റട്ടല്ലേ. ഇപ്പൊ നമ്മുടെ മത്തിക്കറി എന്തായി? ഓ അടിപൊളിയായല്ലോ. ഇതാണ് നമ്മുടെ മത്തി തിളപ്പിച്ചല്ലേ, ഒരു പറ ചോറിനാട്ടോ. നല്ല അടിപൊളി. അടിപൊളിയായിട്ട്. അപ്പൊ ഇതുപോലെ വെക്കാത്ത ആൾക്കാർ വെച്ച് നോക്കല്ലേ, നല്ല സൂപ്പർ സാധനമാണ് മത്തി തിളപ്പിച്ചത്. അടിപൊളിയായില്ലേ? അപ്പൊ നമ്മുടെ മത്തി തിളപ്പിച്ചത് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.